അയ്യോ ഒന്നുമല്ല, ഞങ്ങളും പിള്ളേരെയൊക്കെ വളർത്തിയിട്ടുള്ളത്. നീ നിന്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ വീട്ടിൽ. അയ്യോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതൊന്നല്ല കേട്ടോ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാനും കണ്ണനും ഒരുമിച്ച് നിൽക്കാത്തത്? ഞാൻ ഇങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. ഞാനും എൻ്റെ മോനും അവിടെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. പിന്നെ ഞാൻ ചൊറിഞ്ഞതാ. എനിക്ക് ഈ ശ്വാസം മുട്ടലിന്റെ ചെറിയ അസ്കതി ഉണ്ടത്രേ കുട്ടിക്ക്. എന്നെ സഹിച്ച എല്ലാവർക്കും എൻ്റെ നമോഭാഗം. ഞാൻ ഇവിടെ പറഞ്ഞതാച്ചാ ഞാൻ ഇത്രയൊന്നും ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് പറയാൻ വേണ്ടി വന്നതാ കേട്ടോ. വേറൊന്നുമല്ല, എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ഞാൻ കണ്ണൻ്റെ വീട്ടിൽ പോയിട്ട്, അടൂർക്ക് കണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ക്യൂആൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണല്ലോ, അപ്പോൾ അത് പറയാനായിട്ടാണ് വന്നത്. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം കേട്ടോ. എന്ന് പറഞ്ഞ് പഴയ സബ്സ്ക്രൈബേഴ്സ് കാണരുതെന്നല്ല കേട്ടോ കാണരുതെന്നല്ല കേട്ടോ പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറയാം. വേറെ ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല, എന്നാലും കുറച്ച് പേര് കമൻറ്റിലൂടെ അറിയിച്ച കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഞാനും കണ്ണനും ഒരുമിച്ച് നിൽക്കാത്തത് എന്ന് ചോദിച്ചവരാണ് കേട്ടോ ഒത്തിരി പേര്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ആ കണ്ണൻ്റെ അവിടെ അടൂർക്ക് പോയിട്ടുന്ന വീഡിയോ എല്ലാവരും കണ്ടു. അത് നന്നായിട്ട് ആ വീഡിയോ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്താണ്, എല്ലാവർക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാവർക്കും ഒരു വിഷമം വന്നു എന്ന് പറഞ്ഞു, കരച്ചിൽ വന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ഫാമിലിയെ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഫാമിലിയെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കമൻറ്റുകൾ അറിയിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ കണ്ണനെ ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ എല്ലാവരും കണ്ണൻ ഫാനായി കേട്ടോ. ഇപ്പോൾ കമൻറ്റ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കണ്ണൻ ഫാൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ ഒരാളെ കിട്ടിയാലും ക്യാമറ കിട്ടിയാലും ഞാൻ ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ കണ്ണൻ്റെ വീട്ടിൽ എന്താ നിൽക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ വീട്ടിൽ കണ്ണൻ്റെ കൂടെ നിൽക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഞാനും എൻ്റെ മോനും അവിടെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അമ്മ വീട്ടിലല്ല, ഇതും വാടകയ്ക്കാണ്. ആയൂരുള്ള വീട് വാടകയ്ക്കാണ്. ഞാനിത് 2 Q&Aയിൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ പോലും ചില ആളുകൾ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ട്. എന്ന് വെച്ചാൽ Q&A വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ 2ാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അടൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, എനിക്ക് ഈ ശ്വാസം മുട്ടലിൻ്റെ ചെറിയ അസ്കതി ഉണ്ടത്രേ കുട്ടിക്ക്. അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എപ്പോഴും ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് മോനെയും കൊണ്ട് ഇവിടെ അമ്മയുടെ കൂടെ വന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമായിരുന്നു. ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് പോവാം എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. കാരണം പിന്നെയും ശ്വാസം മുട്ടലിൻ്റെ ഇഷ്യൂ എനിക്ക് വന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെയും ശ്വാസം മുട്ടലിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നു. പിന്നെ മോള് എനിക്ക് വയ്യ, അവൾ തറയിൽ ഇരിക്കത്തേയില്ല. ഇപ്പോഴേ ഞാൻ ഒരുവിധം ഒന്ന് കിടത്തി ഉറക്കിയിട്ടാണ് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഉണർന്നവളാണേ. ഇപ്പോൾ ഇവിടെ സമയം 1 മണിയായി കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം ഉച്ചയ്ക്ക് 1 മണിയാണ്. അപ്പോൾ ഇപ്പോഴാണ് അവിടെ നിന്ന് ഉറങ്ങിയത്. ഇത്രയും നേരം എൻ്റെ ഒക്കത്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വെച്ച് കിടത്തിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ചെറിയൊരു അനക്കം തട്ടിൽ അവൾ അന്നേരം ഉണരും. അപ്പോൾ അങ്ങനെ തറയിലിരിക്കാത്ത ഒരു കുട്ടിയും കൊണ്ട് ഞാൻ അടൂർക്ക് കണ്ണൻ്റെ അവിടെ പോയി നിന്നാൽ മോൻ്റെ കാര്യവും കണ്ണൻ്റെ കാര്യവും എല്ലാവരുടെ കാര്യവും അവതാളത്തിലാവും. ഇപ്പോൾ കണ്ണന് ഇപ്പോൾ കുഞ്ഞ് നമ്മളെ നോക്കി ഇരിക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരന് ജോലിക്ക് പോകണം. ജോലിക്ക് പോയാൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കടങ്ങളുണ്ട്. പിന്നെ ചിട്ടി പാട്ടം അറിയാമല്ലോ, സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന തന്നെ എല്ലാവിധ പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്. കടങ്ങളും ഒക്കെ ഉണ്ട്, ലോൺ അടവ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലോണൊന്നും അടവ് മുടങ്ങാൻ പറ്റില്ല. എല്ലാ മാസം കറക്റ്റ് 5-ാം തീയതി ലോൺ അടയ്ക്കണം. ഇല്ലെങ്കിൽ അവർ ചെണ്ടയും കുട്ടി വരും ഗൈസ്. കണ്ണൻ അങ്ങനെ നമ്മളെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരന് ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ മോനെ സ്കൂളിൽ വിടണ്ടേ. എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് പിള്ളേരെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുമോ? മോനെ സ്കൂളിൽ വിടണം. അപ്പോൾ എവളിങ്ങനെ തറയിലിരിക്കാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, അവനെ സ്കൂളിൽ വിടാൻ പറ്റില്ല, സമയത്തിന് ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാവും. കണ്ണൻ്റെ കാര്യം ആകെ അവതാളത്തിലാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു, കണ്ണൻ്റെ വീട്ടിലെന്താ ആരും ഇല്ലാത്തേ, കണ്ണൻ്റെ ബന്ധുക്കളൊന്നും ഇല്ലാത്ത എന്താ അവിടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് കണ്ണൻ്റെ സ്വന്തം വീടല്ല.
അതും വാടകയ്ക്കാണ്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരംകാരാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അടൂർക്കും ആയൂർക്കുമാണ് നിൽക്കുന്നതെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. 8-9 വർഷം മുന്നേ കണ്ണൻ അവിടെ ജോലിക്കായിട്ട് പോകുന്നതാണ്. പക്ഷെ അന്ന് മുതൽ ആ വീട് തന്നെ എടുത്തേക്കുന്നത്. വാടക കുറവായതുകൊണ്ടാണ് ആ വീട് എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരുപാട് വീടുകളൊക്കെ നോക്കി, പക്ഷേ എല്ലാം 4000, 5000, 6000 റേഞ്ചാണ്. ഞങ്ങളെ കൊണ്ട് താങ്ങൂല അത്രയും വാടകയൊന്നും കൊടുത്ത് കിടക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഈ വീടിന് ആദ്യം 1000 ആയിരുന്നു. ഇപ്പോൾ അവർ ചെറിയൊരു മെയിൻ്റെനൻസ് പണി നടത്തിയപ്പോൾ 1500 ആക്കി. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റും. 1500 പിന്നെ ഒരു 1000 രൂപ ആ കൂട്ടോ കറണ്ട് ബില്ല്. അപ്പോൾ 2500. പിന്നെ ബാക്കി നമ്മുടെ ചിലവ്. അറിയാലോ, റബ്ബർ വെട്ടാണ്. അപ്പോൾ റബ്ബർ വെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്നും മഴ. ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് എന്നും മഴയേ ഉള്ളൂ. റബ്ബർ വെട്ട് അങ്ങനെ കാര്യമായിട്ട് നടക്കുന്ന കൂടിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് വെട്ടുന്നതിന് കിട്ടുന്ന വരുമാനമാണ്, ശമ്പളം കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത്. പിന്നെ കാട് വെട്ടാൻ പോകും കണ്ണൻ, പോച്ചടിക്കാൻ മറ്റേ മിഷ്യൻ വെച്ചിട്ട് അത് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഞങ്ങളിങ്ങനെ കഴിഞ്ഞ് തട്ടിമുട്ടിയും അല്ലല്ലാണ്ട് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുഞ്ഞുങ്ങളും കൂടെ അവിടെ പോയി നിന്ന കണ്ണൻ്റെ കാര്യം ആകെ അവതാളത്തിലാവും കേട്ടോ. കാരണം അവൾ തീരെ ചെറുതാണ്. അവളിങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തറയിൽ ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോയി അവൾ അമ്മ 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 എന്ന് പറഞ്ഞ് എൻ്റെ പിറകെ ഓടും. അന്നേരം നമുക്കങ്ങനെ തറയിൽ ഇരുത്താനും തോന്നത്തില്ല. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാവരും പിള്ളേരെ വളർത്തിയത്, എല്ലാവരും തറയിലൊക്കെ ഇരുത്തി തന്നെ വളർത്തിയെന്ന് പറയും. ആ ജനറേഷനല്ല ഈ ജനറേഷൻ. ഇതൊരു വല്ലാത്ത ജനറേഷനാണ്. പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് എങ്ങോട്ട് പോയി. കണ്ണൻ്റെ ആൾക്കാരൊന്നും അവിടെ ഇല്ലാത്തത് ഞങ്ങളുടെ സ്വന്തം സ്ഥലം അതല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമായിട്ടുള്ള നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയോട്ട് വന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമേ അവിടെ ഉള്ളൂ. ഞങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അത്ര അടുത്തുള്ളവരോ ആരും അവിടെ ഇല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങളുടെ എല്ലാം ആണ്. എങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബക്കാരും ഒന്നും അവിടെ ഇല്ല കേട്ടോ. എല്ലാവരും തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു, കുഞ്ഞു വീടാണ്, പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, അത് ഇച്ചിരി കൂടെ മെയിൻ്റെനൻസ് ചെയ്യണം, പെയിൻ്റ് അടിക്കണം, അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് നല്ല എന്താ പെയിൻ്റൊക്കെ അടിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങളുടെ വീടല്ല. ഞാൻ പിന്നെയും പറയുന്നു ദാസ, അത് ഞങ്ങളുടെ വീടല്ല, വാടക വീടാണ്. അവിടെ ചെന്ന് ഞങ്ങൾ എങ്ങനെ പെയിൻ്റ് അടിക്കാനാ, നിങ്ങൾ എന്നെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു, എല്ലാം പോസിറ്റീവ് കമൻറ്റ് തന്നെ പറഞ്ഞോന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു ചാനൽ തുടങ്ങുമ്പോൾ. ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം യൂട്യൂബറാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ യൂട്യൂബർ അല്ലേ ആണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട്. എനിക്കും വരുന്നുണ്ട്. ഞാനതെല്ലാം ചിരിച്ച് കളയാറാണ് പതിവ് കേട്ടോ. എനിക്ക് കഴിവതും എനിക്ക് ആര് കമൻറ്റ് ഇട്ടാലും ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ വരെ ഇരുന്നിട്ട് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒന്ന് അടൂർക്ക് കണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടാൻ ഒന്ന് വൈകുന്നത്. കാരണം എൻ്റെ ഫോണിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, ചെറിയ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ വീഡിയോയുടെ സമയമെല്ലാം മൊത്തത്തിൽ മാറി കിടക്കുകയാണ്. കാരണം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്. എനിക്ക് നല്ലൊരു ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ EMI ഇട്ടൊക്കെ ഫോൺ മേടിച്ചാൽ നമ്മൾ കടത്തിന് മേൽ കടം പിന്നെ ആക്കുന്നത് ശരിയല്ല. കാരണം നമുക്ക് കടങ്ങൾ തീർക്കാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ കടം മേടിക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് നല്ലൊരു ഫോൺ മേടിക്കാൻ പറയുന്നുണ്ട്. ഫോണൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് വൈകും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫോണിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് നിങ്ങൾ സഹകരിക്കണം കേട്ടോ. ഇച്ചിരി ഒന്ന് കമൻറ്റ് റിപ്ലൈ ഒക്കെ തരാൻ ഇച്ചിരി താമസം ഉണ്ടാകും. നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്, ഒരാൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരുന്നു, അയ്യോ ഒന്നുമല്ല, ഞങ്ങളും പിള്ളേരെയൊക്കെ വളർത്തിയിട്ടുള്ളത്, നീ നിൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന്. അത് ചേച്ചിയാണോ, ചേട്ടനാണോ, അങ്കിളാണോ, ആൻറ്റിയാണോ, മാമിയാണോ, മാമനാണോ ഒന്നും എനിക്കറിയില്ല. അവരുടെ ID ഞാൻ ശരിക്കും പറഞ്ഞാൽ ID നൈം ഓർക്കുന്നില്ല. ഓർത്താലും പറയില്ല കേട്ടോ. കാരണം നമ്മളൊരാളിനെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ പാടില്ല. പക്ഷേ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പിള്ളേരെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ഈ പറയുന്നത്. ഞങ്ങൾക്കും വിഷമമുണ്ട് അവിടെ പോയി നിൽക്കാൻ പറ്റാത്തതുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും നിലവിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കാത്തത്. അല്ലാതെ എനിക്ക് അവിടെ നിൽക്കാണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് സുഖം കിട്ടാനാ? എന്ത് സുഖം കിട്ടാനാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആരെന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നോ ഞങ്ങളുടെ ഫാമിലി എന്താണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ നിങ്ങളുടെ ഫോണിലൂടെ മാത്രമാണ് നിങ്ങൾ കാണുന്നതും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതല്ല. അതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം സത്യമില്ല എന്നൊക്കെ നിങ്ങൾക്കറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളിനെ കുറിച്ച് കുറ്റം പറയാൻ എളുപ്പമാണ്. എന്താണ് ഇവിടുത്തെ സാഹചര്യം ഒന്നും അറിയാണ്ടാണ് പറയുന്നത്. പക്ഷേ സാരമില്ല, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം ഫേസ് ചെയ്യണം നമ്മൾ, അല്ലേ? അപ്പോൾ ഞാനതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ ആദ്യം തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ പറയുന്നത് പറയൂ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഒരാൾ
അത് നെഗറ്റീവായിട്ടല്ല കേട്ടോ, പോസിറ്റീവായിട്ട് ഇട്ട കാര്യമാണ്. എൻ്റെ അടുത്തും കണ്ണൻ്റെ അടുത്തും അത്രയും സ്നേഹം ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. എപ്പോൾ വീഡിയോ എടുത്താലും ചേട്ടൻ ആ ഒരു മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വേറൊന്നും കൊണ്ടല്ല, വല്ലപ്പോഴുമാണ് കണ്ണനെ ക്യാമറയുടെ മുമ്പ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടോ കണ്ണൻ ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്നുള്ള കാര്യം. കാരണം എന്തെങ്കിലുമൊക്കെ ആണല്ലോ നമുക്ക് കണ്ണനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കും, കാരണം നിങ്ങൾ കണ്ണനെ വല്ലപ്പോഴല്ലേ കാണണേ. അപ്പോൾ അന്ന് ഇട്ടുന്ന ഡ്രസ്സും ഇപ്പോൾ ഇടുന്ന ഡ്രസ്സും ശ്രദ്ധിക്കും. പക്ഷെ ഞാനിങ്ങനെ ആഴ്ചയിൽ കാണുന്നതുകൊണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ ഏത് ഡ്രസ്സ് എപ്പോഴാണ് ഇടുന്നതെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് കേട്ടോ. പിന്നെ കണ്ണൻ പാൻറ് ഇടുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. കണ്ണൻ പാൻറ് ഇടാറുണ്ട്. കണ്ണൻ പുറത്തൊക്കെ പോകുമ്പോൾ പാൻറ് തന്നെ ഇടുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുണ്ടും കയ്യിലേക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ. ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി, എൻ്റെ എല്ലാമാണ് നിങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാത്തിരുന്ന് കാണുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കത് പ്രകടമാക്കാൻ അറിയില്ല കേട്ടോ. എക്സ്പ്ലോർ എന്നൊക്കെ പറയാം. എനിക്ക് ഇംഗ്ലീഷൊന്നും വലിയ പിടിയില്ല. അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ പറയുന്നത്. ഞാൻ കറക്റ്റ് വെളുപ്പിന് 3 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ 3 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്ക് കമൻറ്റ് വരും. എന്ന് വെച്ചാൽ ആ സമയം നോക്കിയിരുന്ന് വീഡിയോ കാണുന്ന, പേര് പറയുന്നില്ല കേട്ടോ, കാരണം അത് എല്ലാവർക്കും വിഷമമാവും. നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ പേര് പറയാതിരിക്കുമ്പോൾ, അതുകൊണ്ട് പേര് പറയുന്നില്ല കേട്ടോ. അതുപോലെ വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അന്നും ഇന്നും ഒരു ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിലുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ശരിക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലായില്ലേ ആ ഫീല്. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിപ്പോൾ ആരൊക്കെയോ എവിടെ എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലത്തും എനിക്ക് എൻ്റെ അമ്മയായിട്ടും അച്ഛനായിട്ടും സഹോദരിയായിട്ടും സഹോദരനായിട്ടും ഒക്കെ കരച്ചിൽ വരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷം. നമുക്കൊരു വയ്യായിക വന്നെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടാലും എൻ്റെ ഒരു ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നാൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എന്ത് പറ്റിയെന്ന് സുഖമില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം വീഡിയോ ഇടാൻ വൈകിയാൽ മുന്നത്തെ വീഡിയോ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇന്ന് എന്താണ് വീഡിയോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന് എന്താ ചേച്ചി കുട്ടി വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിക്കും. അതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം എൻ്റെ ചാനൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഒരു തുടക്കക്കാരുടെ ഒരു ചാനൽ ഇത്രയും പെട്ടെന്ന് ഇതുപോലെയൊന്നും മുന്നോട്ട് വരില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഞാൻ ചോദിച്ചതാ Q&A വീഡിയോയിൽ സ്ഥിരം പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെയും ഡൗട്ടാണ്. എനിക്ക് എപ്പോഴും വരുന്ന കമൻറ്റാണ്, കൂടെയുള്ളത് എൻ്റെ അമ്മയും അച്ഛനും ആണോ കണ്ണൻ്റെ അമ്മയും അച്ഛനും ആണോ എന്നുള്ളത്. കൂടെയുള്ളത് എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും. അയ്യോ അങ്ങനെയല്ല, എൻ്റെയും കണ്ണൻ്റെയും അമ്മയും അച്ഛനുമാണ്. എന്നാലും ആദ്യം തന്നെ അങ്ങനെ തന്നെ. കണ്ണൻ്റെ അമ്മയും അച്ഛനും ഇല്ല കേട്ടോ. കണ്ണൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. കണ്ണന് 1 2 3 സഹോദരങ്ങളുണ്ട്. 3 സഹോദരങ്ങളുണ്ട്. 2 ചേച്ചിമാരും 1 ചേട്ടനുമാണുള്ളത്. കണ്ണൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ് ഏറ്റവും താഴത്തെ കൊലയിലുള്ളത് എന്ന് പറയാറുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ എന്താണ്, അവരുടെ എല്ലാവരും കല്യാണം കഴിഞ്ഞു. അവരെല്ലാവരും സുഖമായിട്ട് കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ കുറേ നാളായി ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം അറിയാലോ, ഞാനിവിടെ കണ്ണനവിടെ. ഞങ്ങൾ തന്നെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്നത് വല്ലപ്പോഴൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലും വരവിലും. പിന്നെ കണ്ണൻ ആഴ്ചയിലൊക്കെ വരും കേട്ടോ. ഒരാഴ്ചയിൽ വരും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ വരും. കണ്ണന് സമയമുള്ളതുപോലെ കണ്ണൻ വരാറുണ്ട്. ഉറുമ്പ്, ഞാൻ കുറച്ച് നേരം അനങ്ങാതിരുന്ന് വീഡിയോ എടുത്തപ്പോഴേ ഉറുമ്പുകളെല്ലാം കൂടെ ഹൈവേ റോഡാണെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കൈ കൂടെ ഇങ്ങനെ കയറി വരുവാ. അപ്പോൾ എന്താ, ഞങ്ങൾ പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ, നാടെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഗൾഫിലോ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ പിന്നെ നാടെന്ന് വരുന്നുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. പിന്നെ എല്ലാവരും ജോലി തിരക്കൊക്കെയാണ്. ഞങ്ങൾ പോകുന്ന ടൈമിൽ ചിലപ്പോൾ അവരുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ടേ. ശീതൂട്ട് ജനിച്ചതിന് ശേഷം പിന്നെ പോയിട്ടില്ല. അതിന് മുന്നേയും കുറച്ച് നാളിന് മുന്നേ പോയതാണ്, പിന്നീട് പോയിട്ടില്ല കേട്ടോ. പോകണം. അവിടെ പോയാലും സഹോദരങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും തിരക്കല്ലേ, അതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പോകും. ഇപ്പം അങ്ങനെയാണ് നിൽക്കുന്നത് നിലവിൽ. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരം വരുന്ന കുറച്ച് കമൻറ്റുകളാണ്. എന്താണ്, ഞാൻ ഈ പറമ്പൊക്കെ കാണിക്കുമ്പോൾ പറമ്പൊക്കെ എന്താ വൃത്തിയാക്കി ഇടാത്തതെന്ന് ചോദിക്കും. കണ്ടവരുടെ പറമ്പ് ഞാൻ എങ്ങനെ കയറി വൃത്തിയാക്കാനാണ്? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ തന്നെ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവരുടെ ചക്കയോ മാങ്ങയോ എടുക്കുന്നതോ പോട്ടെ, ഇനി അവരുടെ പറമ്പും കൂടെ കയറി വൃത്തിയാക്കാൻ പോയാൽ അവരിവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും. പിന്നെ ഞങ്ങൾ കൃപാസനമൊക്കെ പോയിരുന്നപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു, കണ്ണൻ ചേട്ടൻ എന്താ കൊണ്ടുപോകാത്തേ, ഇനി പോകുന്ന വീഡിയോ എല്ലാം കണ്ണൻ ചേട്ടൻ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കണ്ണൻ ചേട്ടനെ കൊണ്ടുപോകാഞ്ഞിട്ടൊന്നും അല്ല, ഞങ്ങൾ എവിടെ പോകണമെങ്കിലും പൈസ തരുന്നതേ കണ്ണനാണ് കേട്ടോ.
അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം പറയുമ്പോൾ കണ്ണൻ പക്ഷേ എന്ത് പറയാനാണ്, അത്രയും പാവം കേട്ടോ കണ്ണൻ. നമുക്ക് എന്തൊരു ആവശ്യം എന്ന് പറഞ്ഞാലും കണ്ണന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ലോണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നൊരു മനുഷ്യനാണ് കണ്ണൻ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് പൈസ കിട്ടിത്തരും. ഞങ്ങൾക്ക് നേരത്തെ ഒരു കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഒരു മാരുതി 800 നമ്മുടെ അടുത്തായിരുന്നു കാറ്. പിന്നെ അതിൻ്റെ ടെസ്റ്റ് പണി എങ്ങാണ്ടൊക്കെ ആയപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ആ കാർ ഉണ്ടായിരുന്ന ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മാസത്തിൽ 4 വട്ടമൊക്കെ ഞങ്ങൾ മൂന്നാർ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് മൂന്നാർ. എനിക്കും അതുപോലെ കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് മൂന്നാർ. നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും മൂന്നാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. എനിക്കും കണ്ണനും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ മൂന്നാർ. ഞാനും കണ്ണും കൂടെ ഒരിക്കൽ മൂന്നാർ പോയി. മൂന്നാർ പോയിട്ട് ഞങ്ങൾ അന്ന് കാർ എടുത്തില്ല കേട്ടോ, ബൈക്കിലാണ് പോകുന്നത്. ഭയങ്കര മഴയുള്ള ടൈമിലാണ് പോകുന്നത് മൂന്നാർ. പക്ഷേ പോയിട്ട് ഞങ്ങൾ എന്ത് പറയാനാ, രാത്രിയായപ്പോൾ പെട്ടുപോയി. വഴിയൊക്കെ അവിടെ കണ്ട് പണി നടക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ പണിയൊക്കെ മാറിയെന്ന് എനിക്കറിയില്ല, റോഡ് പണി നടക്കുമായിരുന്നു. അപ്പോൾ ഒരു 1 മണിക്ക് അങ്ങോട്ട് ഞങ്ങൾ അവിടെ എത്തി രാത്രിയിൽ. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെ പോയി, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വയ്യായ്ക വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ മോനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കേട്ടോ. ആ ദിവസങ്ങളൊന്നും ഒരിക്കലും മറക്കാത്ത മൂന്നാർ യാത്രകളാണ്. അതിനുശേഷം പ്രഗ്നൻ്റ് ആയതിനു ശേഷം 1-ാം മാസം മുതൽ 9-ാം മാസം വരെയും ഞങ്ങൾ മൂന്നാർ പോകുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ കണ്ണൻ ചേട്ടനെ ഒരിടം കൊണ്ടുപോയിട്ടൊന്നുമല്ല, പുള്ളി ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പുള്ളി വരാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഒരു ടൈം വരുമ്പോൾ ഞങ്ങൾ പിന്നെയും പഴയതുപോലെ കറക്കം തുടങ്ങും. ആദ്യം മൂന്നാർ പോകണം. മൂന്നാർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കൃപാസനം പോയപ്പോഴും ആദ്യം ഞാൻ കണ്ണോടെ പറഞ്ഞു, നമുക്കൊരു കാർ റെൻറ്റിന് എടുത്തിട്ട്, അതാകുമ്പോൾ ഒരു 800-1000 രൂപയ്ക്ക് അകത്തല്ലേ ആവത്തുള്ളൂ പൈസ. എന്നിട്ട് നമ്മൾ ഡീസലോ അതിനകത്ത് ഒഴിക്കുന്ന സാധനം പെട്രോളോ അത് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം കണ്ണനും പറഞ്ഞത് മാറി നിൽക്കാനുള്ള, ഞങ്ങൾ പോയിട്ട് പിറ്റേന്നല്ലേ വന്നേ. അപ്പോൾ ഒരു ദിവസമൊക്കെ മാറി നിന്നാൽ താറാവിൻ്റെയും പട്ടിയുടെയൊക്കെ കാര്യം അവതാളത്തിലാവും. പുള്ളി അറിയാമല്ലോ, ഭയങ്കര പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയൊക്കെ ആയതുകൊണ്ട് കണ്ണൻ ഒരു ദിവസം മാറി നിന്ന കാക്ക, പൂച്ച, കണ്ണൻ്റെ പൂച്ച അല്ലാത്ത പൂച്ചകൾ ഒരുപാട് വരുന്നുണ്ട് രാത്രിയിൽ. കറക്റ്റ് കണ്ണൻ ആഹാരം കൊടുക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഹാജരാകുന്ന ഒരു പൂച്ചയുണ്ട്, കറമ്പിപ്പൂച്ച. അപ്പോൾ അവൾ പട്ടിണിയായി പോവും. നമ്മുടെ പട്ടി മിയ പട്ടിണിയായി പോവും. താറാവ്, കറമ്പൻ കാക്ക, പിന്നെ നമ്മുടെ അണ്ണാച്ചി, അണ്ണാറക്കുഞ്ഞ്, അവരെല്ലാം പട്ടിണിയാന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൻ വരാഞ്ഞ് കേട്ടോ. പിന്നെ കണ്ണൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അടുത്ത വർഷം സ്കൂൾ അടയ്ക്കുമ്പോൾ നമുക്കൊരു കാർ റെൻറ്റിനെടുത്തിട്ട് മൂന്നാർ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാ, അടൂരത്തെ വീട് കണ്ണൻ്റെയും എൻ്റെയും സ്വന്തം വീടല്ല, ആയൂരത്തെ വീടും ഞങ്ങളുടെ സ്വന്തം വീടല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വന്തം സ്ഥലം എന്നിട്ട് കഴിച്ചു. പിന്നെന്താ, തിരുവനന്തപുരമാണ്. ഇത് രണ്ടും ഞങ്ങൾ വാടകയ്ക്കാണ്. പിന്നെ അടിയോ വഴക്കമൊന്നും അല്ല. ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ദാസ മാറി നിൽക്കുന്നേ എന്ന്. അല്ല, മാറി നിൽക്കുന്നത് അതുകൊണ്ടൊന്നും അല്ല. ഇതൊക്കെയാണ് പ്രശ്നം. എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാം, എനിക്ക് പറയാൻ എന്നും ഒരു കാര്യങ്ങളുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ചിലവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ അത് തീരുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇവിടെ പറഞ്ഞാച്ചാ എന്താ പറഞ്ഞോണ്ടിരുന്നത്, നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇനി ആ മ്യൂസിക് ഉണ്ടാവില്ല കേട്ടോ. കാരണം എനിക്ക് യൂട്യൂബ് മാമൻ കോപ്പിറൈറ്റ് അടിച്ചു തന്നു. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 7 മാസമായേ. ഞാൻ അന്ന് മുതൽ ഒരാഴ്ച മുന്നേ വരെ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടിരുന്നത്. അല്ല, ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ഇതൊരു കൃഷ്ണൻ്റെ മ്യൂസിക്കാണ് അതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു. ഞാനിപ്പോൾ അടൂർ പോയിട്ട് വന്ന ആ ഒരു വ്ളോഗില്ല, ആ ഒരു വീഡിയോയിൽ ആ മ്യൂസിക് ഇട്ടപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. ഞാൻ പിന്നെ ആ വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചാനലുള്ളവർക്കാണെങ്കിൽ അറിയാം ഭയങ്കര പ്രശ്നമാണ്. കോപ്പിറൈറ്റ് പിന്നെയും പ്രശ്നമില്ല, സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പൂട്ടിപ്പോകും കേട്ടോ. പിന്നെ 90 ദിവസം വരെ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല. 90 ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നാൽ പിന്നെ അറിയാമല്ലോ, ചാനൽ പോയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. എന്നെ ചേച്ചിക്കുട്ടി എന്ന് വിളിക്കുന്ന ഒരു മോനുണ്ട് കേട്ടോ. ഞാൻ അവനെ അനിയൻകുട്ടാന്ന് വിളിക്കുന്നത്. അവൻ കമൻറ്റ് ഇടാറുണ്ട് സ്ഥിരം. പേരൊന്നും പറയുന്നില്ല, കാരണം അതുപോലെ പറയുന്ന വേറെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവൻ എന്നോട് ഈ ചാനൽ അവൻ എൻ്റെ ചാനൽ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ എന്നോട് പാട്ട് പാടുമെന്ന് ചോദിക്കുന്നുണ്ട്. പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കോപ്പിറൈറ്റ് ഞാനിപ്പോൾ ചിത്രമൊന്നുമല്ല എങ്കിൽ കൂടിയും കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ചാനലുള്ളവരുടെ. അപ്പോൾ അതിൽ വെറുതെ ഒരു മൂളിപ്പാട്ട് പാടുന്നതിന്
വരെ കോപ്പിറൈറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്. കാരണം ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കിനല്ല, ഈ വരികൾക്കൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനെടുത്ത് പാടുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. പേടിച്ചിട്ടാണ് കേട്ടോ, പേടിച്ചിട്ടാണ് പാടാത്തത്. ഒന്നിച്ച് വലിയ പാട്ടുകാരൊന്നുമല്ല, എങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റിയില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത്. കാരണം പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കും, എവർക്ക് എന്നും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ എന്ന് ചിന്തിക്കും. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരാണ് എനിക്ക് ഇങ്ങനെ കമൻറ്റ് ഇട്ട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കമൻറ്റിന് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ വൈകും. ചിലപ്പോൾ ഈ ചോദിക്കുന്നവർക്ക് കമൻറ്റിന് റിപ്ലൈ വന്നാൽ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാത്തവരായിരിക്കും, അതെടുത്ത് നോക്കാൻ അറിയാത്തവരായിരിക്കും. അവർ പക്ഷേ അടുത്ത വീഡിയോയ്ക്ക് പിന്നെയും അതേ കമൻറ്റ് റിപ്പീറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾ കാണുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത് കേട്ടോ. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്കൊക്കെ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നു. നോട്ടിഫിക്കേഷൻ വരാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും. ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. ഡിസബിൾ എനേബിൾ ആണെന്ന് തോന്നുന്നു, അതൊന്ന് ഓണാക്കി ഇടണം കേട്ടോ. കാരണം ഈ ബെല്ലൈക്കൺ ഓണാക്കി ഇടാത്തവർക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം എങ്ങാണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ ഇരുന്നോളെ. ഞാൻ ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് ഷോർട്ട് വീഡിയോ ഇടാറില്ല, ഷോർട്ട് വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് ലോങ് വീഡിയോ ഇടാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സാധനം എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ അതൊന്ന് നോക്കണം കേട്ടോ. അത് എൻ്റെ കംപ്ലൈൻ്റ് അല്ല, നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓണാക്കി ഇട്ടാൽ മതിയേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് എന്നെ സഹിച്ച എല്ലാവർക്കും എൻ്റെ നമോഭാഗം, മമ്മൂട്ടി പറയുന്ന പോലെ. എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാനാണെന്ന് വന്നത്. അപ്പോൾ എന്താ, നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ എന്താണ്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻറ്റിലൂടെ അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ റിപ്ലൈ തരും. പിന്നെ എന്നെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഒന്നും ഇടരുത് കേട്ടോ, ഞാൻ താങ്ങൂല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.